ഇടുക്കി കമ്പംമേട്ടിൽ ഭാര്യ മാതാവിനെയും ഭാര്യ സഹോദരിയെയും കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവ്. ഭാര്യ മാതാവിനെയും ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെയും കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടാർ ഒറ്റമരം ഭാഗത്ത് മൈലാടിയിൽ വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന സുജിനെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN സീത ശിക്ഷിച്ചത്. കൂട്ടാർ ചേലമൂട് പുത്തൻ വീട്ടിൽ ഓമന മകൾ ബീന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ജീവപര്യന്തം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവും അനുഭവിക്കണം. ഓമനയുടെ മറ്റൊരു മകളായ വിനീതയുടെ ഭർത്താവാണ് കേസിലെ പ്രതിയായ കണ്ണൻ. ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ നിൽക്കുകയായിരുന്ന വിനീതയെ തിരികെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS അഭിലാഷ് ഹാജരായി. 2017 മാർച്ച് 31-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയുമായി പിണങ്ങി സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കുകയെന്ന ലക്ഷ്യത്തോടെ വീടിനുള്ളിൽ അതിക്രമിച്ചു കടന്ന് ആക്രമണം നടത്തുകയായിരുന്നു. വാക്കുതർക്കത്തിന് പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഓമനയുടെ കയ്യിലും നെഞ്ചിലും കുത്തി. അമ്മയെ ആക്രമിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാനെത്തിയ പ്രതി നെഞ്ചിൽ കുത്തി വീഴ്ത്തി. പരിക്കേറ്റ ബീനയെയും ഓമനയെയും തൂക്കുപാലത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരണപ്പെട്ടു. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് നെടുങ്കണ്ടം CI ആയിരുന്ന റെജി കുന്നിപ്പറമ്പാണ്. SI ഷിനിൽ കുമാർ, SI ബിജോയ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ അന്വേഷണത്തെ സഹായിച്ചു. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അനിൽ പ്രോസിക്യൂഷൻ സഹായിയായി പ്രവർത്തിച്ചു.